ഹരേ കൃഷ്ണ. ഏവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയപ്പെടുന്നത് ലക്ഷ്മി പൂജയെക്കുറിച്ചും ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമാണ്. പ്രധാനമായിട്ടും ലക്ഷ്മി പൂജയെക്കുറിച്ച് പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ് ബ്രഹ്മമുഹൂർത്ത ദീപം, ലക്ഷ്മി പൂജ, പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദീപം തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരി, നമ്മുടെ ബാലൻസ് വരുന്ന തിരി എന്ത് ചെയ്യണം, എണ്ണ എന്ത് ചെയ്യണം, അങ്ങനെ കുറേ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി പൂജയെക്കുറിച്ച് അറിയണമെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ദീപം തെളിയിക്കുന്നതുമായി കണക്റ്റഡായിട്ട് ചെറിയ ചെറിയ സംശയങ്ങൾക്കുള്ള മറുപടികളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ലക്ഷ്മി പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഗ്രഹത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരുകയും രാവിലെ തലേ ദിവസം തന്നെ മാവില ശേഖരിച്ചു വെക്കും. മാവില വെച്ച് വീടിന് മുന്നിൽ ഒരു തോരണം കിട്ടും. മാവില തോരണം മിക്കവാറും 12, 20, 21, 12 ഒക്കെ എണ്ണം വെച്ചിട്ട് മാവില മെയിൻ വാതിലിന് കട്ടിളപ്പടിയിൽ ചരട് കെട്ടിയിട്ട് അതിൽ മാവില തോരണം വെക്കും. ആ മാവിലയിൽ കുങ്കുമവും ചന്ദനവും തൊട്ടിട്ടാണ് പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളവിടെ മാവില തോരണം കെട്ടുന്നത്. പിന്നെയോ രാവിലെ കോലം വെള്ളിയാഴ്ച, മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും വെള്ളിയാഴ്ചകളിൽ കോലം വീട്ടിലിടും. കോലത്തിന് നമുക്ക് കോലമൊന്നും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് കോലത്തിൻ്റെ അച്ച് നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ട് അരി പൊടിച്ചതിലാണ് ഞാൻ കോലം തെളിയിക്കുന്നത്. പിന്നെ ദീപം തെളിയിക്കും. 2 വശത്തും ദീപം തെളിയിക്കും. മൺചിരാതുകൾ തെളിയിക്കും. മാക്സിമം ദീപം വെള്ളിയാഴ്ചകളിൽ തെളിയിക്കും. നമ്മൾ ഗ്രഹത്തിലുള്ള സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ തുളസി തറയിൽ ഒരു ദീപം തെളിയിക്കും. മെയിനായിട്ട് രാവിലെ ചെയ്യുന്ന അതൊക്കെയാണ്. ലക്ഷ്മി പൂജയിലേക്കാണ് പിന്നെ കടക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ ചെറിയൊരു വിഗ്രഹമുണ്ട് എനിക്ക്. ഫോട്ടോകൾ കൂടാതെയാണ് ലക്ഷ്മി ദേവി താമരയിലിരിക്കുന്ന ഫോട്ടോ കൂടാതെ തന്നെ ലക്ഷ്മി കുബേര ഫോട്ടോയും കൂടാതെ തന്നെ ഒരു ചെറിയ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ട്. എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ വീഡിയോയ്ക്കിടയിൽ പാസ് ചെയ്ത് പോകലുണ്ട്. ഞാൻ ആ വീഡിയോ അങ്ങനെ നമ്മുടെ പൂജയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഞാൻ നേദ്യം വെച്ച് ചില ദിവസങ്ങളിൽ പിന്നെ അഭിഷേകം ചെയ്യും. അത് ഒന്നുകിൽ തേനാവാം, തേന്, പാല്, തൈര്, അങ്ങനെ എന്താണ് അവൈലബിൾ അത് വെച്ചിട്ട് ചെയ്യലുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അഭിഷേകം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ലക്ഷ്മി പൂജകൾ മുടക്കാതിരിക്കുക. ദേവിക്ക് നേദ്യം സമർപ്പിക്കുക, ഫ്രൂട്ട്സ് സമർപ്പിക്കുക. ദേവി നേദ്യം വെച്ചിട്ട് നമ്മൾ എല്ലാം നമ്മുടെ നിവൃത്തിയാണ്. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് ദേവിക്ക് സമർപ്പിക്കാൻ പറ്റും, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലക്ഷ്മി ദേവിക്ക് പൂജകൾ ചെയ്യേണ്ടത്. നിങ്ങളെന്താണ് ദേവിക്ക് കൊടുക്കുന്നത് അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു വെള്ളിയാഴ്ച നിങ്ങളിത് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 7 വെള്ളിയാഴ്ചയൊക്കെ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്. മുടക്കമുണ്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നിടത്താണ് സക്സസ്. അപ്പോൾ അങ്ങനെ ദേവിക്ക് നേദ്യമൊക്കെ വെച്ചിട്ട് സ്തോത്രങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെന്ത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ, അതെങ്കിലും നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കുക. രാവിലെയും വൈകിട്ടും നേദ്യം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ദേവി പൂജ ചെയ്യും. മുല്ലപ്പൂ മാല സമർപ്പിക്കും. കയ്യിൽ പിന്നെ കിട്ടുന്ന എന്തൊക്കെ പുഷ്പങ്ങൾ സമർപ്പിക്കാൻ പറ്റുമോ അത് വിഗ്രഹത്തിൽ അണിയിക്കും, ഫോട്ടോയിൽ അണിയിക്കും. ദീപധൂപ ആരതി നൽകും. അതായത് നമ്മളെന്നും ദീപം തെളിയിക്കുന്നതിനേക്കാൾ കുറച്ച് കേമായിട്ട്, കുറച്ചും കൂടി വിപുലമായിട്ട് ദേവിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. പായസം വെക്കും. പായസം വെക്കാം, എന്താ വെച്ചാൽ ദേവിക്ക് നൽകാം. അപ്പം ലക്ഷ്മി പൂജകൾ നിങ്ങൾ മുടക്കരുത്. നമ്മളൊരു നല്ലതിലേക്ക് ചെല്ലുമ്പോൾ അതിന് തടയിടാൻ നമ്മളുടെ വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടും ചിന്തകളായിട്ടും ഒക്കെ പല പല കാര്യങ്ങളുണ്ടാവും. നമ്മളിൽ തന്നെ ഒരു ചിന്തകളും മോശപ്പെട്ട ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ലക്ഷ്മി പൂജകൾ ചെയ്യാൻ സാധിക്കണം.
പിന്നെ ഈ ലക്ഷ്മി പൂജകൾ ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വസ്ത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ചെയ്യുക. വീട്ടിലിരുന്ന് വസ്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും കയ്യിൽ കുപ്പിവളകൾ അണിയുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ കയ്യിൽ കുപ്പിവളകളൊക്കെ ഇട്ട് ഒരു ഏലക്ക ചവച്ച് ഇത് നമ്മുടെ വായിൽ നിന്നും ഒരു ദുർഗന്ധം നമ്മൾ നാമം ചെല്ലുമ്പോൾ ഉണ്ടാവരുത്. നമ്മൾ നല്ല സ്പ്രേ ഒക്കെ അല്ലെങ്കിൽ അത്തറോ എന്തെങ്കിലും പൂശിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിലാണ്. ഇതൊന്നും കമ്പൽസറി ആയിട്ട് അങ്ങനെ ചെയ്യണം, അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തവർ ചെയ്താൽ ദേവി കേൾക്കില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ചോദ്യങ്ങളിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു പൂജ ചെയ്തു നോക്കൂ. 2 ചുമലയും പച്ചയും കുപ്പിവളകൾ ധരിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഒന്ന് കുളിച്ച് നമ്മൾ ഒരുങ്ങി രാവിലെ നിങ്ങൾ വെള്ളിയാഴ്ച വാതിൽ തുറക്കുമ്പോൾ ഉറക്കച്ചടവോടെ പല്ലും തേക്കാതെ മുഖവും കഴുകാതെ കുളിക്കാതെയൊക്കെ അങ്ങനെ ഇറങ്ങാതെ കുളിച്ച് വൃത്തിയായിട്ട് ആ ഡോറ് തുറന്ന് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഡോറൊന്ന് തുറന്നേ. നിങ്ങളുടെ ജീവിതത്തിലും വീടിനും മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. ഇത് ഈ വെള്ളിയാഴ്ച ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ മാറ്റം ഉണ്ടാവുമെന്നല്ല പറയണത്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ഞാൻ മുടങ്ങാതെ ചെയ്യും. എൻ്റെ നിവൃത്തിക്ക് മുകളിൽ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് 10 ഉള്ളതെങ്കിൽ 20 ദേവിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് 100 തിരിച്ചു തരും. അത്രയ്ക്ക് മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ലക്ഷ്മി പൂജകൾ ഒരു കാരണവശാലും ലക്ഷ്മി പൂജകൾ മുടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ലക്ഷ്മി പൂജകൾക്ക് വേണ്ടുന്നത് രാവിലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഭദ്രദീപം തെളിയിക്കുക, 5 തിരിയിട്ടിട്ടുള്ള ദീപം തെളിയിക്കാൻ മറക്കാതിരിക്കുക. അത് കൂടുതലും നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ദീപധൂപ ആരതി നൽകുക, മണമുള്ള കോൺസാമ്പ്രാണി, ദശാംഗം പോലുള്ളത് പുകയ്ക്കുക. ദേവിക്ക് നല്ല മണമുള്ള പുഷ്പങ്ങൾ ഇതൊക്കെ സമർപ്പിക്കുന്നത് ലക്ഷ്മി പൂജയുടെ ഒരു വലിയ ഭാഗമാണ്. ഇത് വളരെ ചുരുക്കി പറയാണ്, നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കാര്യം ഓരോ വീഡിയോയുടെ ഇടയ്ക്കുണ്ടാകുന്ന ഓരോ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഒന്നിച്ചാക്കിയിട്ടാണ് ഈ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, നമ്മൾ വിളക്ക് കത്തിച്ച തിരി പിന്നീട് ഉപയോഗിക്കാമോ എന്ന്. അങ്ങനത്തെ ഒരു ചോദ്യം വന്നു. അല്ല, ആ തിരി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വിളക്ക് കത്തിച്ചതിൻ്റെ തിരിയോ എണ്ണയോ പിന്നീട് ഉപയോഗിക്കലില്ല. കാരണം ആ ദീപം നമ്മൾ തെളിയിച്ചതിൻ്റെ ആ തിരി ഇന്നലെ ഭക്ഷണം തന്ന പാത്രത്തിൽ ഇന്ന് ഭക്ഷണം തന്നാൽ കഴിക്കുമോ? ഇല്ലല്ലോ. ആ ഒരു രീതിയിൽ നമ്മളിതിനെ സമീപിക്കണം. നമുക്കൊരു കണക്കുണ്ടാവും, ഇത്ര നേരം വിളക്ക് തെളിയിക്കണം എന്നുള്ളത്. ആ സമയത്തിനുള്ള തിരി നിങ്ങൾ എണ്ണ ഒഴിച്ചാൽ മതി. മൊത്തം തിരി കത്തി തീർന്നോട്ടെ. കരിന്തിരി അണിയണമെന്നല്ല. തിരാറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എണ്ണയിലേക്ക് തിരി താഴ്ത്തി ഇറക്കി ആണ് തിരി അണയ്ക്കുന്നത്. അപ്പോൾ ബാലൻസ് വരുന്ന തിരി അത് നിങ്ങളൊരു ബോക്സിനകത്തിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പുകയ്ക്കില്ലേ, കുന്തിരിക്കൊക്കെ പുകയ്ക്കുമല്ലോ, അഷ്ടഗന്ധമൊക്കെ പുകയ്ക്കുമല്ലോ, ആ പുകയ്ക്കുന്നതിനകത്ത് ഈ തിരിയിട്ട് കത്തിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പുള്ളവർക്ക് അടുപ്പ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ ഇത് വെക്കാം. പക്ഷേ ഇന്ന് പലയിടത്തും അടുപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പിടിയൊക്കെയുള്ള പുകയ്ക്കുന്ന മണ്ണിൻ്റെ ഒരു ഇത് കിട്ടും. അതിനകത്ത് നിങ്ങൾ കർപ്പൂരം കത്തിച്ച് അതിലേക്ക് തിരിയും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ അഷ്ടാംഗം, നിങ്ങൾ ദശാംഗമോ എന്താ പുകയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുകയ്ക്കാൻ അത് ഉപയോഗിക്കാം. കുന്തിരിക്കാൻ പുകയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിർബന്ധമുള്ളവർ രാത്രി കഴിഞ്ഞിട്ട് കഴിക്കുക. ഈ രീതിയിൽ വെള്ളിയാഴ്ച നിങ്ങളൊരു 10 വെള്ളിയാഴ്ച 7 വെള്ളിയാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളിലൊരു വലിയൊരു മാറ്റം ഉണ്ടാവും. അതൊരു ചെറിയ മാറ്റമല്ല, വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി ദേവിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് എത്ര വലിയ കാര്യമാണ്. നമ്മൾ എന്തിനെല്ലാം സമയം കളയുന്നു, എന്തിനെല്ലാം പൈസ കളയുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി ഈ രീതിയിൽ നിങ്ങളൊന്ന് സമീപിച്ചാൽ നിങ്ങളൊരു വലിയ മാറ്റം കുടുംബത്തിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളിയാഴ്ചകളിലുള്ള കല്ലുപ്പിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടി ഒഴിയുക,
കല്ലുപ്പ് വെള്ളത്തിൽ, അതായത് നമ്മൾ കുളിക്കുക, നമ്മളെ ഒന്ന് ക്ലെൻസ് ചെയ്യണം. നമ്മളുടെ ഓറ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യണം. നമ്മളിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു കൈ കല്ലുപ്പിട്ടിട്ട് കുളിക്കുക. അല്ല, നിങ്ങൾ കുറേ നെഗറ്റീവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഏലക്ക തിളപ്പിച്ച് ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ഏലക്ക ചതച്ചിട്ട് തിളപ്പിക്കുക. 4ൽ നിന്ന് അത് 2 ഗ്ലാസ്സിലേക്ക് വറ്റിച്ചെടുക്കുക. എന്നിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ അത് ഒഴിച്ചിട്ട് കുളിക്കുക. ഒരുപാട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉള്ളവർക്കാണ് അത് വേണ്ടുന്നത്. അല്ലാതുള്ളവർക്ക് കല്ലുപ്പ് കുളിക്കാം. അത് നിങ്ങൾ വലിയ ആഴ്ചയിൽ ഒരിക്കൽ അത് നിങ്ങൾ ചെയ്യാൻ ശീലമാക്കുക. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തലയിൽ ഒഴിക്കരുത്, ദേഹത്തൊഴിച്ച് നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാം. നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ ഒന്ന് മാറ്റിയാൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹം ചെറുതല്ല. ജീവിതത്തിൽ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അടുത്തതായി എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാം അറിവുകൾ, ഇപ്പം നമുക്ക് ഏത് യൂട്യൂബേഴ്സിൽ വീഡിയോ ചെയ്യുന്നവരിലാണെങ്കിലും അറിവുകൾ കിട്ടുന്നത് ഒരു ഗുരുമുഖത്തു നിന്നായിരിക്കും. ഒന്നിലധികം ഗുരുക്കളായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞു തരുന്നതൊക്കെ. അല്ലാതെ ഒരാൾക്കും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം തങ്ങളുടെ ഗുരുമുഖത്തു നിന്നും കിട്ടുന്ന അറിവുകളാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു തരുന്നത്. അത് തൻ്റെ ഗുരുമുഖത്തു നിന്നും കിട്ടുന്ന ആരും തൻ്റെ ഗുരുക്കളെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടല്ല, തൻ്റെ ഗുരുമുഖത്തു നിന്നും കിട്ടുന്ന അറിവ് താൻ മറ്റുള്ളവരിലേക്ക് ഗുരുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ് പകർന്നു കൊടുക്കുന്നത്. ജ്ഞാനസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് അതിൻ്റെ നന്മ അനുഭവിച്ചിട്ടുള്ളവരും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കണ്ടിട്ടുള്ളവരുമൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ അറിവ് പകർന്നു തരുന്നത്. ആ കിട്ടുന്ന അറിവിനെ ഭക്തിയോടുകൂടി അല്ലെ സ്നേഹത്തോടു കൂടി 2 കൈയും നീട്ടി സ്വീകരിച്ച് ജീവിതത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കി നോക്കിയാൽ നിങ്ങൾക്കൊരു നഷ്ടവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമായിരിക്കും. അതിന് തടസ്സമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി രോഗങ്ങളായിട്ട് വരാം, ഉറക്കങ്ങളായിട്ട് വരാം, ക്ഷീണങ്ങളായിട്ട് വരാം, അല്ല ജീവിത ദുഃഖങ്ങളായിട്ട് വരാം. അതിനെയൊക്കെ ഓവർകം ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ അലക്കാത്ത വസ്ത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക, കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, വീട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വീട് വൃത്തിയായിട്ട് അടുക്കള വൃത്തിയാക്കി നിങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ധൂപം തെളിയിക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളിൽ കൊണ്ട് ആകുന്നുണ്ടെങ്കിലാണ് കർപ്പൂരം തെളിയിക്കുക. ഗ്രാമ്പൂവും കർപ്പൂരവും കൂടി കത്തിച്ചിട്ട് അത് വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് കിച്ചണിൽ കൊള്ളിക്കുക. നമ്മൾ രാവിലെ കതവ് തുറന്ന് അടുക്കളയിലേക്ക് കയറുമ്പോൾ കാണുന്നത് പാത്രങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അഴുക്കായ പാത്രങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവില്ല. മാറാലകളുണ്ടെങ്കിൽ നിങ്ങളത് അടിക്കാൻ ശ്രമിക്കുക. വൃത്തിയുള്ളിടത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ബെഡ്റൂം നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ആ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടുക. കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ കിടക്കുന്നവർക്കൊരു പക്ഷേ അവരെണീക്കുമ്പം മക്കൾ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് കിടക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ളത് പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെല്ലാം ഉണർന്നു കഴിയുമ്പോൾ ആ ബെഡൊന്ന് വൃത്തിയാക്കിയിടുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. ഈ സൈഡിൽ കൂട്ടി വെക്കുന്നത് കാണാം. ചില വീട്ടിലോട്ട് ചെല്ലുമ്പം നമ്മൾ കിച്ചണിൽ നിന്ന് വരുന്ന മീൻ കറിയുടെയും അങ്ങനെ അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ചതിൻ്റെ മണമാണ് വരുന്നത്. നോൺ വെജൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. കാരണം നമ്മുടെ വീട്ടിൽ ഭർത്താവിന് അത് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുടെ ഭക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എപ്പോഴും. അതൊരിക്കലും കുടുംബജീവിതത്തിന് തടസ്സമായി കൊണ്ടാവരുത്. അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനോഹരമായി നോക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഭക്തി കൊണ്ടുപോകുമ്പോഴാണ് ആ ഭക്തിയിൽ നിന്ന് നമുക്ക് സമാധാനം നേടിയെടുക്കാൻ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യം, അല്ലെങ്കിൽ നീ 24 മണിക്കൂറും ഭക്തിയും കൊണ്ടിരിക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കുന്നില്ല എന്നൊരു ആരോപണം ഒരു സ്ത്രീക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ട് നാമം ജപിക്കാനോ വിളക്ക് തെളിയിക്കാനോ പറ്റുമോ? സാധിക്കില്ല. അപ്പോൾ എന്താണ്, വീട്ടിലെ സമാധാനം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ സമാധാനമായി നമുക്ക് ഭക്തി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിൽ നിന്നും നല്ല റിസൾട്ട് വരികയുള്ളൂ. നിങ്ങൾ ചില നാമങ്ങൾ കൃത്യതയോടുകൂടി എന്നും ഒന്ന് ചൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റമുണ്ടാവും. അത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെയിലി ചൊല്ലേണ്ടതാണ്. കേശവനെ എല്ലായ്പ്പോഴും സംരക്ഷിക്കട്ടെ,
നാരായണൻ എനിക്ക് നല്ലത് മാത്രം നൽകട്ടെ. മാധവൻ എനിക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകട്ടെ. ഗോവിന്ദൻ എനിക്ക് കോതണ്ഡം നൽകട്ടെ. മഹാവിഷ്ണു എൻ്റെ കഷ്ടങ്ങൾ മാറ്റട്ടെ. മധുസൂദനൻ എൻ്റെ മനസ്സിലിരിക്കട്ടെ. ത്രിവിക്രമൻ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റി തരട്ടെ. വാമനൻ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകട്ടെ. ശ്രീധരൻ എനിക്ക് സന്തോഷം നൽകട്ടെ. ഋഷികേശൻ എൻ്റെ രോഗങ്ങൾ മാറ്റട്ടെ. പത്മനാഭൻ എനിക്ക് പദവികൾ തന്നനുഗ്രഹിക്കട്ടെ. ദാമോദരൻ എനിക്ക് ധർമ്മത്തെ തന്നനുഗ്രഹിക്കട്ടെ. അത് ഈ 12 വാക്കുകളും നിങ്ങൾ ഡെയിലി ഒന്ന് ചൊല്ലുക. രാവിലെ എണീക്കുമ്പോൾ വല്ലഭം ഗജാനനം ഏകദന്തം ഒരു 3 പ്രാവശ്യം ചൊല്ലുക. വല്ലഭം ഗജാനനം ഏകദന്തം 3 പ്രാവശ്യം. ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പം സൂര്യഭഗവാന് ജലം സമർപ്പിച്ചുകൊണ്ട് ഓം സൂര്യനാരായണ നമഃ അത് ഈ ഒരു വർഷം മൊത്തം ചൊല്ലുന്നത് ഉത്തമമാണ്. ഒക്കെ മുൻ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ റിപ്പീറ്റായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ തരുന്നത്. ഡെയിലി ലക്ഷ്മി കടാക്ഷത്തിനായി ശ്രീവത്സവക്ഷസം ശ്രീശം ശ്രീലോലം ശ്രീകരഗ്രഹം ശ്രീമന്തം ശ്രീനിധി ശ്രീധ്യം ശ്രീനിവാസം ഭജാമ്യഹം 26 തവണ ചൊല്ലുക. 26 തവണ. ഇത് നിങ്ങളൊരു ഒരു ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ഒന്ന് ചെയ്ത് നോക്കൂ. ഒന്നുകൂടി പറയാം. ശ്രീവത്സവക്ഷസം ശ്രീശം ശ്രീലോലം ശ്രീകരഗ്രഹം ശ്രീമന്തം ശ്രീനിധി ശ്രീധ്യം ശ്രീനിവാസം ഭജാമ്യഹം. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ നാമങ്ങളൊക്കെ എഴുതി ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോർട്സിൽ ഇതെഴുതി ഞാൻ വീഡിയോ ആക്കി ഇടാം. നിങ്ങളിത് 26 തവണ ചൊല്ലുക. പിന്നെ എന്താണ് മുമ്പ് പറഞ്ഞത്? ഡെയിലി ചൊല്ലേണ്ടത് കേശവൻ എന്നെ എല്ലായ്പ്പോഴും സംരക്ഷിക്കട്ടെ. അത് നമ്മൾ കാണാതെ നിങ്ങൾക്കിത് പറയാൻ പറ്റണം. നാരായണൻ എനിക്ക് നല്ലത് മാത്രം നൽകട്ടെ. മാധവൻ എനിക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകട്ടെ. ഗോവിന്ദൻ എനിക്ക് കോതണ്ഡം നൽകട്ടെ. മഹാവിഷ്ണു എൻ്റെ കഷ്ടങ്ങൾ മാറ്റട്ടെ. മധുസൂദനൻ എൻ്റെ മനസ്സിലിരിക്കട്ടെ. ത്രിവിക്രമൻ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരട്ടെ. വാമനൻ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ശ്രീധരൻ എനിക്ക് സന്തോഷം നൽകട്ടെ. ഋഷികേശൻ എൻ്റെ രോഗങ്ങൾ മാറ്റട്ടെ. പത്മനാഭൻ എനിക്ക് പദവികൾ തന്നനുഗ്രഹിക്കട്ടെ. ദാമോദരൻ എനിക്ക് ധർമ്മത്തെ തന്നനുഗ്രഹിക്കട്ടെ. ഇത് ഡെയിലി ചൊല്ലുക. ഡെയിലി. ഇതിനകത്ത് 2 വാക്കുകൾ തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയുടെ താഴെ അല്ല ഈ വീഡിയോയുടെ താഴെ ചോദിക്കുന്നതായിരിക്കും. 7ാമത് പറഞ്ഞ് ത്രിവിക്രമൻ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റി തരട്ടെ. അത് തന്നെ വേറെ പറഞ്ഞില്ലേ, മഹാവിഷ്ണു എൻ്റെ കഷ്ടങ്ങൾ മാറ്റട്ടെ എന്നാണ്. അതായത് 5ാമത് പറഞ്ഞത് മഹാവിഷ്ണു എൻ്റെ കഷ്ടങ്ങൾ മാറ്റട്ടെ. 7ാമത് ത്രിവിക്രമൻ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റി തരട്ടെ. ഇത് രണ്ടും 2ആണ്. ഇത് 2ആയിട്ട് തന്നെ ചൊല്ലുക. ഈ 12 നാമങ്ങളും നിങ്ങൾ ചൊല്ലുക. പിന്നെ വല്ലഭം ഗജാനനം ഏകദന്തം 3 തവണ. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ 26 തവണ ചൊല്ലേണ്ടതും 3 തവണ ചൊല്ലേണ്ടതും 1 തവണ ചൊല്ലേണ്ടതും ഈ ബാക്കി നാമങ്ങളും നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് മാറ്റിയാൽ വളരെ വളരെ ചേഞ്ച് ആയിരിക്കും വരുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമ്പാദ്യം കൂടും, കടങ്ങൾ തീരും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വീടിൻ്റെ കേടി വരുന്നിടത്ത് മാറ്റുകളിടുമല്ലോ, 1-2 എണ്ണം 30-40 രൂപ കൊടുത്താൽ കിട്ടും. എക്സ്ട്രാ വാങ്ങിച്ച് വെക്കുക. ഒന്നഴുക്കാകുമ്പോഴത്തേക്ക് അത് കഴുകിയിട്ടിട്ട് അടുത്തെടുത്തിടുക. പിന്നെ തുണികളിങ്ങനെ വാരി കൂട്ടിയിടാതിരിക്കുക. സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് വയ്ക്കുക. അത് ധനമായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അവിടെയും ഇവിടെയും കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് പലയിടത്തും നോക്കിയാൽ കൊണ്ടുവന്ന് വെക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതിൻ്റെ പവിത്രത നൽകി മാറ്റി വയ്ക്കുക. പിന്നെ ഈ നാണയത്തുട്ടുകൾ അടുക്കളയിൽ അവിടെ വെച്ചിരിക്കുന്ന കാണാം. ഹോളിൽ കയറി വരുന്നിരിക്കുന്ന മേശയുടെ മുകളിൽ അച്ഛന്മാരൊക്കെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം. ഒരിക്കലും മഹാലക്ഷ്മിയെ അലക്ഷ്യമായിട്ടിടാതിരിക്കുക. അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കുഞ്ഞു കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ നമുക്ക് നന്മകൾ ചെറിയ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആൾക്കാർ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ക്ഷേത്രങ്ങളിൽ പോകുക, നാമജപം ജപിക്കുക. ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്നും ചൊല്ലണം എന്നല്ല പറയുന്നത്.
സാധിക്കുക ചെയ്യുക. ജീവിതത്തിലെ വീടിൻ്റെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ആ രീതിയിൽ നാമം ജപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അതിലാണ് നമ്മുടെ സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? പ്രാർത്ഥിച്ചാൽ വഴികൾ തുറന്നു വരും. ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും. പക്ഷേ പ്രാർത്ഥനയ്ക്കൊരു വലിയ പങ്കുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. ഞാനൊരു 90% ദൈവത്തിനാണ് അർപ്പിക്കുന്നത്. ബാക്കി എൻ്റെ പ്രവൃത്തിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കുന്നുണ്ട്. അതെൻ്റെ ദൈവം എനിക്ക് തരുന്ന ഒരു ദാനമാണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ഭഗവാനോട് കൂടെ ചേർന്നിരിക്കുന്നതിൻ്റെ നന്മയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് തന്നത് വലിയ ദാനമാണ്. ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ളതല്ല ഈ ചാനൽ. ഈ ചാനലിൽ നിന്നും ആർക്കും ഒരു സാമ്പത്തികവും നേടുന്നും ഇല്ല. പക്ഷേ ഈ ചാനലിൽ കൂടി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവർ ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ്? ഭഗവത് നാമങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണം, വീട് എങ്ങനെ നിങ്ങൾ നന്നായി കൊണ്ടുപോകണം, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് പറയുന്നത്. ഈ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പം എൻ്റെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി നന്മകൾ ഇങ്ങനെ ഞാൻ പോലും അറിയാതെ വാതിലുകൾ തുറന്ന് ഭഗവാൻ തരും. അതാണ് എൻ്റെ പ്രോഫിറ്റ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നന്മ, നിലനിൽപ്പ്. അപ്പോൾ നിങ്ങളെന്തായിരിക്കണം? നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന നന്മകളും അറിവുകളും മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേട്ടു, നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെച്ചാൽ നിങ്ങളുടെ കൂടപ്പുറപ്പുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നീ നാളെ മുതൽ ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കണ്ടാൽ തിരുത്തി കൊടുക്കുക. അത് എങ്ങനെ? നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം കേട്ടോ, നീ ഇങ്ങനെ ചെയ്താൽ മാറ്റം ഉണ്ടാകും, ഇന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. ഇതൊന്നും ഒരു സാമ്പത്തിക ചിലവുകളും ഉള്ളതല്ല നിങ്ങളോട് ഈ പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചിലവുകളുമുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മൾക്ക് എണ്ണീറ്റ് വരുമ്പം ചൂല് കാണുക, അതൊന്ന് മാറ്റി വെക്കുക. വളരെ വൃത്തിയുള്ളിടത്ത് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ ബെഡ്റൂമിനെയൊക്കെ ഒന്ന് നീറ്റാക്കിയിടുക. നമ്മുടെ അടുക്കള നീറ്റാക്കിയിടുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയിടുക. രാവിലെയും വൈകിട്ടും ദീപധൂപ ആരതി ഒഴിഞ്ഞ് ഒരു വിളക്ക് കത്തിക്കുന്ന വീട്ടിലോട്ട് കയറി വരുമ്പം തന്നെ നല്ല ഗന്ധമായിരിക്കും. അങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ വൃത്തിയായി നിൽക്കുക. 1, 2, 3 തുണി മതിയെന്നേ. അത് വൃത്തിയായി കഴുകിയിട്ട് വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാൻ പറ്റും. നിങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് ക്രീം ഇട്ട് നിൽക്കണം എന്നല്ല പറയുന്നത്. വൃത്തിയായി ഒരുങ്ങി നല്ലതായി ഒരു അമ്മ അല്ലെങ്കിൽ ഒരു വീട്ടിലെ സ്ത്രീ അങ്ങനെ നിന്ന് ആ വീടിൻ്റെ സർവ്വ ഐശ്വര്യവും സ്ത്രീയിലാണെന്ന് പറയുന്നതിന് മെയിൻ കാര്യം അതാണ്. നിങ്ങൾ അങ്ങനെ നിന്ന് നോക്കൂ. നാളെ മുതൽ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വെള്ളിയാഴ്ച ഇടുന്നത്. നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വഴികൾ വീണ്ടും തുറക്കപ്പെടും. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോവുക. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ തിരക്കുള്ള അമ്പലത്തിൽ പോയി ക്യൂ നിന്നൊന്ന് തൊടാൻ പോലും പറ്റാതെ, ഭഗവാനെ ഒന്ന് കാണാൻ പോലും പറ്റാത്തടത്ത് ചെന്ന് ഇടിച്ച് നിന്ന് ഓരോരുത്തരും നാമം ചൊല്ലുന്ന കേൾക്കാം. പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി അകത്തിരുന്ന് നിങ്ങൾ സഹസ്രനാമം ചൊല്ലിക്കോളൂ. നിങ്ങൾക്കതിനുള്ള സാധ്യതയുണ്ട് അവിടെ നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് നാമം ജപിക്കാൻ പറ്റും. ഭഗവാനൊരു മാല കെട്ടിക്കൊണ്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ വിഗ്രഹത്തിന് മാല കെട്ടിയിടുക. ഇതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കണം. ഭഗവാന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വയ്ക്കുക. ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾ ഭഗവാന് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. നിങ്ങൾ കല്ലുപ്പ് വെക്കുന്ന, നമ്മൾ ഉപ്പ് വെക്കുന്ന ഭരണിയുടെ അടിയിൽ ഒരു 5 രൂപ കോയിൻ വെച്ചേക്കുക. കടുക് പാത്രത്തിൽ ഒരു 5 രൂപ കോയിൻ വെക്കുക. ഒരിക്കൽ അതെടുത്തിട്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ കണിക്ക വെഞ്ചിലിടാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ പണം വയ്ക്കുന്ന അല്ലെങ്കിൽ സ്വർണം വയ്ക്കുന്ന ബോക്സിൽ നിങ്ങൾ ജാതിക്ക വയ്ക്കുക, ഏലക്ക, ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക.
ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഓരോരുത്തർക്ക് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വഷ്ണയില എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. നമ്മുടെ ചിലയിടത്ത് ബിരിയാണി ഇല എന്നും പറയപ്പെടും. അത് ആ ഇല അല്ലെങ്കിൽ കമ്പ് പൊട്ടിച്ച നല്ല ഗന്ധമാണ്. അതിൻ്റെ ഒരു ഇല നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക, പേഴ്സിൽ സൂക്ഷിക്കുക, അലമാരിയിൽ പണം അല്ലെങ്കിൽ സ്വർണം വെക്കുന്നിടത്ത് സൂക്ഷിക്കുക. ധന ആകർഷണത്തിന് ഇതൊക്കെ വളരെ പ്രയോജനപ്പെടും. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പരിസരത്തു നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. പച്ചക്കർപ്പൂരം ഒരു ബോക്സിൽ കവറിലിട്ട് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. ചൊല്ലേണ്ട നാമങ്ങൾ, ലക്ഷ്മി പൂജകൾ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊന്നിച്ച് പറഞ്ഞത് ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു 10 കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 കാര്യങ്ങൾ